ചേട്ടനാണ് നമുക്ക് ഇന്ന് എപ്പിസോഡിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. ചേട്ടൻ മാനന്തവാടിയിലെ ആളാണ്. ഇത് ചേട്ടൻ്റെ ജീപ്പാണ്. അപ്പൊ ചേട്ടാ, ജീപ്പ് ഓടിക്കാൻ സുഖമല്ലേ? നല്ല ജോളിയല്ലേ? ജീപ്പ് നല്ല ജോളിയാണ്. റേസുള്ള സാധനമാണ് ജീപ്പ്. കുറേ സാധനങ്ങളുണ്ടല്ലോ. കൂടുതലൊന്നുമില്ല. സ്പീഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ, ഇഗ്നിഷൻസ്, വേറെ ഒന്നുമില്ലല്ലോ. വണ്ടി ഡ്രൈവ് ചെയ്യലുണ്ടോ? ഞാൻ ഡ്രൈവ് ചെയ്യും ചേട്ടാ. ചെയ്യും. ആഹാ, ജീപ്പാണ്. പവർ സ്റ്റിയറിംഗ് അല്ല, പവർ ബ്രേക്ക് അല്ല. ഞാൻ ഓടിക്കും. ഉറപ്പാണ്? ആഹാ, ഓടിക്കണേ ഇപ്പോ? ഓടിക്കണോ? കുറച്ച് കഴിഞ്ഞ് മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല റോഡ് ഞാൻ പറയാം. പിന്നെ ഇവിടെ മൊത്തം വയനാട് മൊത്തം കാടല്ലേ. നമ്മൾ ഒരു ഹോം സ്റ്റേയിലേക്കാ പോകുന്നത്. അവിടെ ഈ ഇല വെച്ചിട്ടുള്ള ഡിഷസ് ആണ്. വെജിറ്റേറിയൻ ഡിഷുകളാണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ സഞ്ചരിക്കൂ. ഹോം സ്റ്റേയിലേക്ക് ഞങ്ങളോട് വരും. ഓക്കെ. രണ്ട് ഫ്രണ്ട്സ് ആണ് കാത്തുണ്ട്. അല്ല, അവരോട് ചോദിച്ചു നമുക്ക് ക്ലിയർ ആക്കാം. കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇവിടെ സ്ഥലമൊക്കെ എത്തി. മാനന്തവാടിയിലെ ഒരു സ്ഥലമാണിത്. അപ്പൊ ഇവരാണിന്ന് കുക്ക് ചെയ്യുന്നത്. ആരാ കുക്ക് ചെയ്യുന്നത്? പ്രസന്റ് സർ എന്ന് പറയണം. ഓക്കെ, പ്രസന്റ്. അപ്പൊ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു സാഹസികമായ ഒരു യാത്രയായിരുന്നു. എത്രയായി? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം ഹൈ ഫൈവ്. പിന്നെയും കാണണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഇവരാണ് നമുക്കിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ, നിങ്ങളുടെ പേരൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇത്രയും പേരുണ്ടല്ലോ. ചേട്ടൻ്റെ പേര്? സുധി, മഞ്ജു, ഗോപിക. ഓക്കെ, റാണി. അപ്പം ഓക്കെ, ഗോപിക ആരുടെ മോളാണ്? നിങ്ങളുടെ മോളാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? നമ്മൾ 5 ഇല കൊണ്ടുള്ള കട്ട്ലേറ്റും 5 ഇല കൊണ്ടുള്ള ചമ്മന്തി. ഇനി ഇല പറിക്കാൻ പോണോ? ഇല ഇവിടെ തന്നെ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഇലയാണ്? പിന്നെ നമ്മളെന്താ വെച്ചാൽ നേരത്തെ പറിച്ചത് എന്താന്ന് വെച്ചാല് പിന്നെ 10 മണിക്ക് മുമ്പ് ഇല പറിക്കണമെന്നാണ്. ഫോട്ടോസിന്തസിസിന് ഒരു സ്പീഡാകുന്ന രാവിലെ 10 മണിക്ക് അതാ മുമ്പ് ഇല പറിച്ചാലാണ് കൂടുതൽ പോഷകം ഉണ്ടാവുക എന്ന് പറയാം. നോട്ട് ദ പോയിന്റ്. 10 മണിക്ക് മുമ്പ് ഇല പറിക്കണം. അതെ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, പറിക്കുന്നത് 10 മണിക്ക് മുമ്പ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യണേന്നൊക്കെ നോക്കാലോ. അതെ, അടുക്കളയൊക്കെ റെഡി അല്ലേ? അടുക്കള ഓപ്പൺ അടുക്കളയാണ്. ഫുൾ കാറ്റൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ. അടുപ്പ് കത്തുവോ? കാറ്റടിച്ച നമുക്ക് കത്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കിച്ചൺ. ചേച്ചിയാണ് നമുക്കിന്ന് വേണ്ടി 5 ഇലകൾ വെച്ച് കട്ട്ലറ്റും 5 ഇല കൊണ്ടുള്ള ചമ്മന്തി ആക്കും തന്നെ. അപ്പൊ എന്തൊക്കെ ഇലകളാണെന്ന് പറയും. ഇത് നമ്മുടെ എല്ലാവർക്കും സുപരിചിതമായ മത്തൻ്റെ ഇല. മത്തൻ കുത്തിയ കുമ്പളമുളക്. അതെ, ഓക്കെ. അടുത്തത് ഇത് നമ്മൾ വഴുതിന. നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ ഉണ്ടായില്ലേ വഴുതിന? സാധാരണ അതിന്റെ ഇലയാണ്. അതെ അതെ, ടീച്ചറാണ്, അതാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഇത് നമ്മുടെ വയനാടിന്റെ സ്വന്തം പൊന്നാങ്കണ്ണി. ഇത് കഴിച്ചാൽ പൊന്നാവുന്ന പറയാ. പിന്നെ ഇത് കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. കണ്ണ് കുളിർമ ഉണ്ടാവാനും വിറ്റാമിൻ തിന്നാലോ. ഇപ്പൊ കഴിക്കണ്ട, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാൽ കണ്ണിന് കുളിർമയും കാഴ്ചശക്തിയൊക്കെ നന്നായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുപരിചിതമായ കാന്താരി. അതെ, കാന്താരി മുളകിന്റെ ഇല. പിന്നെ മണിത്തക്കാളി എന്ന് പറഞ്ഞിട്ട് കണ്ടു. ഇത് ഞാൻ കഴിച്ചോട്ടെ. നല്ല കഴിച്ചോളൂ. സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്, യൂട്രസിനൊക്കെ വളരെ നല്ലതാണ്. ഇതാണ് മണിത്തക്കാളി, അതിൻ്റെ ഇല. നല്ല രസമല്ലേ? നല്ല ടേസ്റ്റാണത്. പിന്നെ കഴിച്ചു. അപ്പോൾ ഏതൊക്കെയല്ല? നമ്മളുടെ മത്തനില, വഴുതിനില, പൊന്നാങ്കണ്ണി, കാന്താരി, മണിത്തക്കാളി 5 ഇല വെച്ചിട്ട് നമ്മളൊരു കട്ട്ലേറ്റ് തയ്യാറാക്കണം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഓക്കെ. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, പിന്നെ പൊടിച്ച റസ്ക്, മുട്ട, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ഗരം മസാല, പച്ചമുളക്. ഇതൊക്കെയാണ് കട്ട്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ. നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അത് നമ്മൾ ഇല
നമ്മൾ 10 മണിക്ക് മുമ്പ് ശേഖരിക്കണം. അതെന്താ അങ്ങനെ? വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് സ്പീഡാകുന്നതിന് തുടങ്ങണം. ഓക്കെ, 10 മണിക്ക് മുമ്പ്. അപ്പൊ ചേച്ചി ഇത് രാവിലെ പോയി പറിച്ചാണല്ലോ? അതെ അതെ. ഓക്കെ, ചില ഇലകളൊക്കെ താഴെ വീണുപോയി. സോറി. അപ്പൊ ഇതൊക്കെ ഇതെങ്ങനെ അരിയാണോ? നമ്മൾ ഇത് നോക്കൂ, ഇതിൻ്റെ ഈ ഇലയുണ്ടല്ലോ, ഇലയുടെ ഈ ഞരമ്പ് മാറ്റിയിട്ട് ഇങ്ങനെ 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 മെയിൻ. അതെ അതെ അതെ. ഈ ഇതിങ്ങനെ എടുത്തിട്ട് അവിടെ വെച്ചു. അതൊന്നും അങ്ങനെയാണ്, അങ്ങനെ പിടിച്ചു. അതുപോലെ ഇതും ഇത് പണ്ട് ആദിവാസികൾ ചപ്പ് തിന്നോണ്ടിരുന്നു. അതെ അതെ. നമ്മുടെ വയനാട്ടിലെ ആദിവാസികൾ 80 തരം ഇലകൾ ഉപയോഗിച്ചിട്ട് അവർ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും. നമ്മൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരാഗത അറിവാണ്. എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ മൺമറിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരാഗത അനുഭവ സമ്പത്താണ്. അതെ അതെ. അപ്പൊ അനുഭവിക്കുക നിങ്ങൾ ഇപ്പൊ തന്നെ. അതെ അതെ. ഇതൊക്കെ ഈ ഇലക്കറികളൊക്കെ നിത്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ നമ്മൾ എന്താ പറയുക, ആരോഗ്യ സൗഖ്യം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പുതിയ നമ്മുടെ ഫാസ്റ്റ് ഫുഡും പിന്നെ പിസയും ബർഗറും സാൻഡ്വിച്ചൊക്കെ അല്ലേ ഇഷ്ടം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേഗം കട്ട്ലേറ്റ് ഒക്കെ ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇലകൾ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ടേസ്റ്റി ആയിരിക്കണം, വളരെ ടേസ്റ്റി ആയിരിക്കും. എൻ്റെ അടുത്ത് തുടക്കം മുതലേ പറയാട്ടോ, എപ്പിസോഡ് തുടങ്ങുന്നതിന് ഒരാൾ പറയാട്ടോ, അതെ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്നേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു ഇല്ല, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സത്യമായിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഓക്കെ. ഇത് 5 ഇല ചമ്മന്തി ഉണ്ടാക്കാനാണ്. ഈ കട്ട്ലേറ്റ് കൂട്ടി കഴിക്കാൻ വേണ്ടി നമ്മൾ സോസിന് പകരം ഈ 5 ഇല ചമ്മന്തി. ഓക്കെ. എന്തൊക്കെയാണ്? ഇത് മല്ലിയില, ഇത് പുളിയില, വാളംപുളി, അതിന്റെ ഇല, അതിന്റെ തളിരിലയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എനിക്കറിയില്ലായിരുന്നു. ഇത് കറിവേപ്പില, ഇത് പുതിനയില, ഇത് ചെറുനാരങ്ങയുടെ ഇല. നല്ല സ്മെല്ലാ. നല്ല സ്മെല്ലാണ്. ഓക്കെ. അതെ. അപ്പൊ ഇനി ചമ്മന്തി നെക്സ്റ്റ് അല്ലേ? അതെ അതെ. നമുക്ക് ആദ്യം കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇലയായി. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം പുഴുങ്ങണം. അപ്പോൾ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ എന്താ ചെയ്യുക, സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക നല്ലത്. ഇങ്ങനെ നീളത്തിലിട്ട് ബോക്സ്. അതെ അതെ. ഇങ്ങനെ കുട്ടികളെ വെച്ചു. നമ്മളൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്ത് ചൂടാകുമ്പോൾ? ചട്ടി ചൂടാ. അതെ, ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ, എനിക്ക് ഈ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് പഠിക്കാം. എണ്ണ ചൂടായില്ലേ? എണ്ണ ചൂടായാൽ നമ്മുടെ സവാള ചെറുതായിട്ട് വഴറ്റാം. ഇതിനും ചെറുതായിട്ട് അരിയാലോ? കുട്ടി അരിഞ്ഞ കാരണം അങ്ങനെ കേട്ടോ. ഞാൻ അരിഞ്ഞതുകൊണ്ട് വലുതായിപ്പോയി. അതെ അതെ. നന്നായിട്ട് വഴച്ച. അപ്പൊ നിങ്ങൾ വയനാട്ടിൽ വന്ന് പൊന്നാങ്കണ്ണി പറിച്ചിട്ട് പോയിട്ട് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ്. അല്ല, ഏതില വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഏതില്ലാന്ന് വെച്ചാൽ വേറെ ഏതൊക്കെയല്ലേ ഉണ്ടാക്കാം? ഏതൊക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ എല്ലാ ഇലകളും വെച്ച് നമുക്ക് നേരത്തെ ചേച്ചി പറഞ്ഞു 80 തരം ഇലകൾ വെച്ച് പണ്ട് ആൾക്കാർ കഴിച്ചിരുന്നു. ഇനി പച്ചമുളക് അല്ലേ? പച്ചമുളക് ആവശ്യത്തിന്. പച്ചമുളക് ആവശ്യത്തിന്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർക്കണത് എപ്പോഴും നല്ലതാണ് വഴറ്റുമ്പോൾ. വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ടിട്ട് നമ്മുടെ ഈ ഇല ഉണ്ടല്ലോ, പറിച്ചു വെച്ചിരുന്ന എല്ലാ ഇലകളും ഒന്ന് ഇതിൽ തൂകിയിട്ട് ഒരു നുള്ള്, എല്ലാത്തിനും ഒരു നുള്ള് ഒരു ഉപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, സ്റ്റവ് ഓഫാക്കി ഈ മൂടി വെച്ച് മൂടുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തീ പാടില്ല. ഈ ചൂടിൽ
അത് ആ ആവിയിലിരുന്ന് വേവും കേട്ടോ. ഇത് വേവട്ടെ, അതിനുള്ള അനുവി. മുട്ട, ഒരു നുള്ളുപ്പ്, ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടാൽ അതിന് ടേസ്റ്റ് കൂടും. കുറച്ച് കുരുമുളക് എൻ്റെ വെള്ളത്തിലും കൂടി ഇട്ട്. ഇത് വയനാട്ടിൽ വന്നിട്ട് കുരുമുളക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഈ മിക്സിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതായെന്ന് തോന്നുന്നു. ആയിട്ടുണ്ടോ? നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ ആയി ചേച്ചി. ടേസ്റ്റ് ചെയ്യണോ? വേണ്ട, ഇങ്ങനെ ടേസ്റ്റ് ചെയ്യോ? ഇല്ല, വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുകയാണ്. ഉരുളക്കുപ്പേരി. അതെ അതെ. ഈ കൂട്ട് ഇലക്കൂട്ട്. ഇതിനി നല്ലപോലെ മിക്സ് ചെയ്യാം. കുട്ടിയുടെ പാകത്തിൽ ഉപ്പുണ്ടോ നോക്കൂ. സൂപ്പറായി. നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഒക്കെ ഇട്ടില്ലേ? ഇട്ടു. അത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ? താങ്ക് യു. ഇതെവിടെ വെച്ചു അല്ലേ? ഇനി നമ്മളിത് ഈ കൂട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉരുട്ടി ഷേപ്പ്, കട്ട്ലേറ്റിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ? അതുപോലെ. അപ്പൊ നമ്മളെല്ലാം ഇളക്കി കഴിഞ്ഞു അല്ലേ? ഇനി എപ്പിസോഡ് പാതിന്ന് കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ. ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ കാണുമേ. അപ്പൊ അവർക്കൊരു റീക്യാപ്പ് കൊടുത്താലോ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ സവാള നന്നായിട്ട് വഴറ്റി, പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ടു. അതിനുശേഷം നമ്മൾ 5 ഇലകൾ എല്ലാം ഇട്ട് നന്നായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അപ്പൊ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. അതായത് നമ്മൾ ഇത് അധികം ഇട്ട് വറുത്തെടുത്തില്ല. നമ്മൾ ആ ഒരു ആവിയിൽ വേവണം, അത്രേ വേണ്ടു. ആവിയിലിരുന്ന് വേവണം. എന്നിട്ട് ഇതെല്ലാം കൂടി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. നമ്മള് റസ്കിന്റെ പൊടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. റസ്ക് ഇല്ലെങ്കിൽ ബ്രെഡ് ആയാലും കുഴപ്പമില്ല. റസ്ക് ഇത് ഇതിലേക്കായ കാരണത്തിൽ എന്താ പറയുക, വെള്ളം കൊടുക്കാൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നല്ലപോലെ ഇതിൽ ക്രിസ്പി ആയിട്ട് വരുന്ന വേണ്ടിയിട്ട് ഈ റസ്കിന്റെ ഈ രണ്ടെണ്ണം വെച്ച് നമുക്ക് ആദ്യം ട്രൈ ചെയ്യാം. ഇത് ഫ്രൈ പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് വേണം അല്ലേ വെളിച്ചെണ്ണ? മുങ്ങിക്കിടക്കുന്ന പോലെ. അതെ, ടേസ്റ്റ് കൂടും. കൊളസ്ട്രോൾ ഉള്ളവർക്ക് നമുക്ക് ദോശ ഫ്രൈയിങ് പാനില്ലേ, മറ്റേ ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ട് എണ്ണയില്ലാതെ ഫ്രൈ ചെയ്യാൻ പറ്റുമോ? ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൊരിഞ്ഞ് വരും. റസ്ക് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അത് ഒരു കൊളസ്ട്രോൾ ഉള്ളവർക്കല്ലേ, അപ്പൊ അതായിരിക്കും നന്നാവുക. ആണല്ലേ? എന്തായാലും ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചു. അതെ അതെ, മറ്റേതൊക്കെ വെന്തതാണ്. ഓക്കെ. അപ്പം എണ്ണ ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ചേച്ചി മലയാളം ടീച്ചർ അല്ലേ? ഒരു കവിത പാടുവോ? ഇല്ല പ്ലീസ്. കുട്ടികളെ നിരാശപ്പെടുത്തരുത്. അല്ലെ, നമുക്ക് ഭയങ്കര കഠിനമായ 4 വരി ഒരു നാടൻ പാട്ട്. ഓക്കെ 4 വരി നാടൻ പാട്ട്. അങ്ങനെ മഴയൊക്കെ പെയ്യുവാണ്. കണ്ടില്ലേ വെളിച്ചെണ്ണയിൽ ഒരു മഴത്തുള്ളി വീണു, പൊട്ടുന്ന കണ്ടില്ലേ? അപ്പൊ ഞാനൊരു കുട പിടിക്കാൻ പോട്ടെ ചേച്ചി? എന്റെ ദൈവമേ, എനിക്ക് കട്ട്ലറ്റ് കിട്ടിയില്ലെങ്കിലുണ്ടോ ഞാൻ ഇപ്പൊ കരയും. അപ്പൊ നാടൻ പാട്ടും കൂടി ആയിക്കോട്ടെ. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, വെളിച്ചെണ്ണയും മലയാളം, നമ്മുടെ കട്ട്ലറ്റും മലയാളം, മഴയും മലയാളം. എന്തൊക്കെയാ ഞാൻ പാടുന്നത്? ചേച്ചി പാടിയോട് നിർത്തിക്കോളൂ. ഓക്കെ. അപ്പൊ നമുക്കിനി മഴ പെയ്യാണ്. ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഇതും കൂടി മാറ്റി വെക്കട്ടെ, വെള്ളം നനയണ്ട.
ഹോംവർക്ക് ചെയ്യാണ്ട് വരുന്ന പിള്ളേരോട് ടീച്ചർ എങ്ങനെയാ? ഹോംവർക്കേ ചെയ്യാറില്ല ആര്? കുട്ടികള്. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഹോംവർക്കേ ചെയ്യാറില്ല. പിന്നെ എന്താ ഞങ്ങള് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സല്ലേ, അതുകൊണ്ട് അവിടുത്തെ കുട്ടികളൊന്നും അങ്ങനെ ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരില്ല. നമ്മൾ പറയൊക്കെ ചെയ്യും, എന്നാലും കുട്ടികളൊന്നും അങ്ങനെ കൊണ്ടുവരില്ല. പിള്ളേർക്ക് സ്കെയിൽ വെച്ച് കയ്യിൽ അടി കൊടുക്കാറുണ്ട്? അടിക്കാറേ ഇല്ല. ആണോ? അപ്പൊ നല്ല ടീച്ചറാണ്. അയ്യോടാ, സോ സ്വീറ്റ്. അപ്പോൾ കട്ട്ലറ്റ് ആയി, നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ പോവാണ്. ചേച്ചി ഇനി ചമ്മന്തിയൊക്കെ എങ്ങനെ ചെയ്യും? വേഗം നമുക്കൊരു മിനിറ്റ് അല്ലേ വേണ്ടൂ. ആണോ? മഴയല്ലേ, അപ്പൊ അങ്ങോട്ട് പോകും തോന്നുന്നു. നമുക്ക് മഴയത്തല്ല, ചൂട് കട്ട്ലറ്റും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്താൽ മതി അല്ലേ? മുക്കി തന്നെയാണല്ലേ ചമ്മന്തി. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോടാ ചേച്ചി. ചമ്മന്തിക്കൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, തണുത്തു പോലേ. വയനാട് നല്ല തണുത്ത സ്ഥലം, മഴയത്ത് നിന്ന് ഞാനിങ്ങനെ കട്ട്ലറ്റ് തിന്നാൻ പോവാണ്. ചേച്ചിക്കണം നല്ല ചൂട്. ചേച്ചി പിടിച്ച സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചട്ടിനി അരയ്ക്കാം. ചമ്മന്തി 5 ഇല ചമ്മന്തി. ഇതിൽ മല്ലിയില, പുതിന ഇല, 3 ലീവ്സ് മതി. ഇത് കറിവേപ്പില. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പുളിയില ഉപയോഗിക്കുന്നത്. ചമ്മന്തിക്കൊരു ചെറിയൊരു പുളി പുളിയുണ്ടല്ലേ? അതെ, അതിൻ്റെ ഇല, ആ പുളിയില. പിന്നെ നാരകത്തിൻ്റെ ഇല, ചെറുനാരങ്ങയുടെ ഇല കണ്ടിട്ടില്ലേ കുട്ടി? ഇത്. അപ്പോൾ 5 ആയില്ലേ? എന്നിട്ട് ഉപ്പിട്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മുടെ കാന്താരി മുളക് ഇട്ടാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇട്ട് നമ്മൾക്ക് ഇത് ചമ്മന്തി അരക്കാം. അതെ, അപ്പൊ ചമ്മന്തിക്ക് എന്തൊക്കെ ഇട്ടെന്ന് ഒന്നും കൂടി പറഞ്ഞേ. ഏതൊക്കെയല്ല? മല്ലിയില, പുതിനയില, പുളിയില, കറിവേപ്പില, ചെറുനാരങ്ങയുടെ ഇല, 5. പിന്നെ ഉപ്പിട്ടില്ലേ? ഉപ്പ്, കാന്താരി മുളക്. അപ്പം കാന്താരി മുളക് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ഇലയും ഇന്ന് നമ്മൾ ഉപയോഗിച്ചു. അപ്പം എന്തായാലും നമ്മളിത് അരയ്ക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കൂ. ഒരു മിനിറ്റ്, ഇതെങ്ങനെ അരച്ചെന്നും കൂടി പറഞ്ഞു. ഇത് ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ രാജുചേട്ടൻ ഇവിടുത്തെ ഞങ്ങളുടെ ക്രൂവിൽ ഒരാളാണ്. രാജുവിന്റെ സഹായത്തോടു കൂടി കല്ലിൽ വെച്ച് അരച്ച ചമ്മന്തിയാണ്. ഒന്നുകൂടി ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. എന്നാ കുട്ടി കഴിച്ചു നോക്കൂ. നന്നായിട്ടുണ്ട്, നല്ല എരിവുണ്ട്. നമ്മൾ കാന്താരി ഒക്കെ ഇട്ടില്ലേ, നല്ലതായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്.